അല്ലെങ്കിൽ ഒരു ഉപ്പുവെള്ളം വായിൽ കയറ്റിയാൽ തീരാവുന്ന രോഗങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റുകളെ കാണുന്ന MRI സ്കാൻ ചെയ്യിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് കേരളീയൻ വളർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെ ബ്ലാക്ക് സ്റ്റോണും KKR-ഉം ഒക്കെ കോഴിക്കോട്ടെ വലിയ ആശുപത്രികൾ വന്നു. നോക്കൂ, ബഹുമാനനായ അസ്ഹരി ഉസ്താദിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. എന്തുകൊണ്ടാണ് ബ്ലാക്ക് സ്റ്റോണും KKR പോലെയുള്ള വലിയ അമേരിക്കൻ കമ്പനികൾ ഇന്ന് കേരളത്തിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നതിനെപ്പറ്റി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വളരെ ലളിതമായി മാറുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളും അതിനെ വലിയ സ്പെഷ്യലിസ്റ്റുകളെ കൊണ്ട് കാണിക്കുകയും അങ്ങനെ വലിയ അപകടങ്ങളും സൈഡ് എഫക്ട്സും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നത് കേരളീയൻ്റെ ശീലമായി മാറിപ്പോയതായി വിലയിരുത്തപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു കമ്പോളം ഉണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞതാണ് യഥാർത്ഥ കാരണം എന്ന് പറയുമ്പോൾ, ചെറിയ ജലദോഷമോ കാലുവേദനക്കും മുട്ടവേദനക്കൊക്കെ തന്നെ വളരെ നിസ്സാരമായ ചികിത്സകൾ കൊണ്ട് ഒരു പാർശ്വഫലവുമില്ലാത്ത ചില സമീപനം കൊണ്ട് രോഗം സുഖപ്പെടുന്നെങ്കിൽ അതാണ് ഏറ്റവും മികച്ചത്. അതിന് പകരം വലിയ തോതിൽ ചികിത്സ പണം ചെലവഴിച്ച് നൽകുന്ന ഇത്തരം ചികിത്സകളെ അദ്ദേഹം വിമർശിക്കുകയും എന്നാൽ ലളിതമായി സുഖപ്പെടുന്ന ആരോഗ്യ സമീപനങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അതിയായി പറയാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തെ പോലെ കേരളത്തിലെ എല്ലാ മതപണ്ഡിതന്മാരും ഈ സത്യം ഇന്ന് വിളിച്ചു പറയാൻ തയ്യാറുണ്ടെങ്കിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ചികിത്സാ ചൂഷണം അവസാനിക്കാൻ സമയമായി എന്ന് ഞാൻ വിലയിരുത്തുന്നു. ഏതായാലും ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിനെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ മുഴുവൻ മലയാളികൾക്കും ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെ മാതൃകയാക്കണമെന്ന് ഉപദേശിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ഓരോ മലയാളികളും സ്വന്തം ആരോഗ്യ വിഷയത്തിലുണ്ടാകുന്ന അപജയങ്ങളും പുരോഗതിയെയും തിരിച്ചറിയുന്ന രീതിയിൽ ഒരു വ്യക്തമായ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.